മരണപ്പെട്ട രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ആത്മാക്കളുടെ വിവാഹം. സംഭവം നടക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് പുതുമ നെല്ലിവീട്ടിൽ രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മൂത്ത മകൻ 14-ാം വയസ്സിൽ വെള്ളക്കെട്ടിൽ വീണു മരിച്ച രാജീവൻ നായരുടെ ആത്മാവാണ് പെണ്ണു കെട്ടാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. രാജീവൻ മരിച്ച് 24 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു വിവാഹം കഴിക്കണമെന്ന മോഹം അയാൾക്കുണ്ടാകുന്നത്. ജീവിച്ചിരിക്കുന്ന സ്വന്തം അനിയൻ സജീവൻ നായർക്ക് 38 വയസ്സായ സജീവൻ നായർക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയപ്പോഴാണ് തനിക്കും ഒരു വിവാഹം വേണമെന്ന ചിന്ത രാജീവൻ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു ആത്മാവായ തനിക്ക് ആര് പെണ്ണു തരും? എങ്ങനെ പെണ്ണിനെ കണ്ടെത്തും? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ രാജീവൻ നായരുടെ മുന്നിലുണ്ടായിരുന്നു. ഒടുവിൽ അയാൾ തന്നെ അതിനൊരു പോംവഴിയും കണ്ടെത്തി. എല്ലാ ദിവസവും രാത്രി രാജീവൻ സജീവൻ നായരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതോടെ സജീവന്റെ ഉറക്കവും നഷ്ടപ്പെട്ടു. കിടന്നുറങ്ങുന്ന തന്നെ കട്ടിലോടെ പൊക്കിയെടുത്ത് കാരിക്കുഴിച്ചാലിന്റെ തണുപ്പിലേക്ക് വലിച്ചെറിഞ്ഞ് എനിക്ക് പെണ്ണിനെ ഉണ്ടാക്കി താടാ എന്ന് അലറി വിളിക്കുന്ന രാജീവൻ നായർ സജീവനെ രാത്രികളിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ സഖികെട്ട് സജീവൻ നായർ വീട്ടുകാരോട് പറഞ്ഞ് രാജീവന് പെണ്ണന്വേഷിക്കാൻ തുടങ്ങി. പെണ്ണിന്റെ ആത്മാവിനെ അന്വേഷിക്കാൻ. ജാതിയും മതവും കുലവും ഒക്കെ നോക്കിയിട്ടായിരുന്നു രാജീവൻ നായരുടെ വിവാഹാലോചന നടന്നത്. നായർ, നമ്പൂതിരി, മേനോൻ തുടങ്ങി ഉന്നതകുല ജാതിയിലുള്ള പല ആലോചനകളുമായി ബ്രോക്കർ മണി നെല്ലിവീട്ടിൽ കയറിയിറങ്ങി. പക്ഷേ ഒന്നും അങ്ങോട്ട് ഒത്തില്ല. വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്ക് ചിലപ്പോൾ പ്രായ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ജാതി വേറെ ആയിരിക്കും. അങ്ങനെ രാജീവൻ നായരുടെ വിവാഹം നടക്കാതെ നീണ്ടു പോവുകയും സജീവൻ നായർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് കരിങ്കുട്ടി കോളനിയിലെ ബീനയുടെ ആലോചനയുമായി ബ്രോക്കർ മണി വരുന്നത്. 13-ാം വയസ്സിൽ പ്ലാന്റേഷന്റെ പറങ്കിമാവിൽ തൂങ്ങി മരിച്ച ബീനയുടെ ആത്മാവിന്റെ ആലോചന. പ്രായം കൊണ്ട് ബീനയെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ കീഴ്ജാതിക്കാരായ മുകുന്ദന്റെയും സരോജിനിയുടെയും മകളെ തന്റെ മകന് കെട്ടിച്ചു കൊടുക്കുന്നതിൽ രാഘവൻ നായർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഏട്ടൻ ഒരു കീഴ്ജാതിക്കാരിയെ വിവാഹം കഴിക്കുന്നതിനോട് സജീവൻ നായർക്കും പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ സത്യഭാമയ്ക്ക് മകന്റെ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാൽ മതിയെന്നായിരുന്നു. അവന്റെ വിവാഹം നടക്കുകയാണെങ്കിൽ രാജീവന്റെ ആത്മാവിന് സന്തോഷം കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു ആ അമ്മയ്ക്കുണ്ടായിരുന്നത്. രാജീവന്റെയും ബീനയുടെയും വിവാഹം നടക്കാൻ അവർ ഒരുപാട് വാശി പിടിച്ചു. പക്ഷെ രാഘവൻ നായർ അനങ്ങിയില്ല. ഒടുവിൽ ചേട്ടന്റെ വിവാഹം നടന്നാൽ മാത്രമേ അനിയന് വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ സജീവൻ ഒന്ന് ചിന്തിച്ചു. ജാതി ഏതായാലും കുഴപ്പമില്ല, തന്റെ വിവാഹം നടന്നാൽ മതിയെന്നായ സജീവൻ അങ്ങനെ പറഞ്ഞപ്പോൾ രാഘവൻ നായർ തന്റെ കടമ്പിടുത്തം ഒഴിവാക്കി ഈ വിവാഹത്തിന് സമ്മതിച്ചു. ഒരു രാത്രി പെണ്ണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ. ചെക്കൻ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലെത്തിയപ്പോൾ മല്ലികമാലകൾ തൂക്കിയിട്ട മണ്ഡപത്തിൽ ബീനയെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. മണ്ണും പുല്ലും കൊണ്ടുണ്ടാക്കിയ ബീനയുടെ രൂപത്തിന് സരോജിനി സാരി ഉടുപ്പിച്ച് പൊട്ടുതൊടിയിപ്പിച്ച് അമ്പിളിപ്പൂക്കൾ ചൂടിപ്പിച്ച് സുന്ദരിയായ ഒരു കല്യാണ പെണ്ണാക്കി മാറ്റിയിരുന്നു. മുണ്ടും ഷർട്ടും ധരിപ്പിച്ച രാജീവന്റെ പ്രതിമ സജീവൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും എടുത്ത് ബീനയുടെ അടുത്ത് ഇരുത്താൻ പോയി. അപ്പോൾ മുകുന്ദൻ അവനെ തടഞ്ഞു. ആ ചടങ്ങ് ചെയ്യേണ്ടത് പെണ്ണിന്റെ സഹോദരനാണെന്ന് മുകുന്ദൻ പറഞ്ഞപ്പോൾ ബീനയുടെ സഹോദരൻ ബിനീഷ് സജീവന്റെ കയ്യിൽ നിന്നും ആ പ്രതിമ വാങ്ങുകയും മണ്ഡപം ഒന്ന് ചുറ്റിച്ചിട്ട് പ്രതിമയെ ബീനയുടെ അടുത്തുകൊണ്ടിരുത്തുകയും ചെയ്തു. എല്ലാവരോടും തെക്കോട്ട് തിരിഞ്ഞു നിൽക്കാൻ മുകുന്ദൻ ആവശ്യപ്പെട്ടു. എല്ലാവരും തെക്കോട്ട് തിരിഞ്ഞു നിന്ന് കണ്ണടച്ചതും അവിടെ കറണ്ട് പോയി. മണ്ഡപത്തിന് മുന്നിലിരുന്ന വിളക്ക് താനെ കെടുകയും ചെയ്തു. ഒരു കുളിര് എല്ലാവരെയും തഴുകിപ്പോയി. ആത്മാക്കൾ വന്നു കഴിഞ്ഞു അവരുടെ വിവാഹത്തിനായി.
എല്ലാവർക്കും ഭയം തോന്നിയിരുന്നു എങ്കിലും ആ വിവാഹം നടത്തേണ്ടത് ഒരാവശ്യമായിരുന്നത് കൊണ്ട് തന്നെ അവിടെ കരുതിയിരുന്ന എമർജൻസി ലാമ്പിന്റെ വെളിച്ചത്തിൽ അവർ ആ മംഗളകർമ്മം നടത്തുകയാണ്. ചെക്കന്റെ അമ്മയാണ് പെണ്ണിന് താലി കെട്ടേണ്ടത്. സത്യഭാമ കയ്യിൽ കരുതിയിരുന്ന വളരെ നേർത്ത കനമില്ലാത്ത ഒരു സ്വർണമാല ബീനയുടെ കഴുത്തിൽ കെട്ടി. അപ്പോൾ ബീന അവരുടെ കയ്യിൽ തൊട്ടതുപോലെ സത്യഭാമയ്ക്ക് തോന്നി. അവർക്ക് സങ്കടം വന്നു. സരോജിനിയാണെങ്കിലോ തന്റെ കയ്യിൽ കരുതിയിരുന്ന നല്ല കട്ടിയുള്ള ഒരു സ്വർണമാല തന്നെ രാജീവന്റെ പ്രതിമയെ അണിയിച്ചു. അതിനുശേഷം മുകുന്ദനും രാഘവൻ നായരും കക്കമാലകളും തെച്ചിമാലകളും പ്രതിമകൾക്ക് ചാർത്തുകയും പ്രതിമകളെയും കൊണ്ട് ഒരു വട്ടം മണ്ഡപം ചുറ്റുന്നതോടെ വിവാഹ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്തു. ഉടൻ തന്നെ കറണ്ട് വരികയും സദ്യയ്ക്കുള്ള ഏർപ്പാടുകൾ ബിനീഷ് നോക്കുകയുമാണ്. പക്ഷേ കീഴ്ജാതിക്കാരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ രാഘവൻ നായരും സജീവനും സത്യഭാമയുടെ സഹോദരനും തയ്യാറായില്ല. വിവാഹം കഴിഞ്ഞുള്ള ഭക്ഷണം കഴിക്കൽ പ്രേതവൂട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങാണെന്നും ആ ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹത്തിൽ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നും ബിനീഷ് ഒച്ചയിട്ട് പറയുകയാണ്. ഇത് സജീവൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയും ആ വഴക്ക് കയ്യാങ്കളിയിൽ എത്തുകയും ചെയ്തു. അവസാനം അമ്മാവനും അവിടെ കൂടി നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ആ തർക്കം ഒത്തുതീർപ്പാക്കുകയും പൂജയ്ക്ക് വച്ചിരുന്ന പഴങ്ങളിൽ നിന്നും ഓരോ പഴം എടുത്തു കഴിച്ച് സജീവനും അമ്മാവനും രാഘവൻ നായരും ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി തീർക്കുകയുമാണ്. എന്നാൽ സത്യഭാമയാണെങ്കിലോ തന്റെ മകന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ നല്ല ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. വിളമ്പിയ ഓരോ കറികളും എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ സരോജിനിയോട് സത്യഭാമ ചോദിച്ചു മനസ്സിലാക്കുന്നുമുണ്ട്. സത്യഭാമയ്ക്ക് മകന്റെ ആത്മാവിനെ പെണ്ണു വീട്ടിൽ വിട്ടിട്ട് വരാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവർക്ക് വേദനയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ മകനെ പെണ്ണു വീട്ടിൽ നിർത്തിയിട്ട് വരിക എന്നുള്ളത് അവിടുത്തെ ഒരു ആചാരമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവന്റെ ആത്മാവിനെ ബീനയുടെ ആത്മാവിനെ ഏൽപ്പിച്ച് സത്യഭാമയും വീട്ടുകാരും അവിടെ നിറങ്ങുന്നതോടെ ഈ കഥ ശുഭമായി പര്യവസാനിക്കുകയാണ്. ആത്മാക്കളുടെ ഈ കല്യാണ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ശ്രീ മൃദുലിന്റെ കുളെ എന്ന ചെറുകഥാ സമാഹാരത്തിലെ ഒരു ചെറിയ കഥയാണിത്. ഒരു വിവാഹത്തിലൂടെ ആത്മാവിന്റെ ശല്യം തീർക്കുക എന്നതിലുപരി അതിലും ജാതിയും മതവും നോക്കുന്ന ഒരു ജനതയെ വളരെ മനോഹരമായി മൃദുലിതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കഥ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.